കൃഷി ഓഫീസിൽ കൃഷി ഓഫീസിൽ കാലത്ത് നമ്മള് വിളിച്ചിരുന്ന സത്യശീലനല്ലേ ഇത്? അല്ലല്ല സാറേ, ഞാൻ എന്റെ പേര് കോയ എന്നാണ്. ഞാൻ കൃഷി അസിസ്റ്റന്റ് ആണ്. ഞാൻ എന്താ വെച്ചാല് കാലത്തെ സംസാരിച്ച നമ്മളെ സത്യശീലന്റെ ആ ശബ്ദമാണ് ഞാൻ മനസ്സിൽ കിടക്കുന്നത്. കോയ ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ പോയി ആൾക്കാരെ കണ്ട് സംസാരിക്കുന്ന ആളാണ് അല്ലേ? പിന്നെ പേര് എന്താ പറയാ? കോയ. ഈ എന്താ പറയാമോ, ഈ കോയ പോലെ ഒരാൾ ഗൾഫിലുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എന്റെ മനസ്സിൽ ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതാ പിന്നെ കോയ കോയ അതെ കോയ ആ കോയ വിട്ടുപോയി. ഇത് സാറിന്റെ കൈ കിട്ടിയല്ലോ. പക്ഷെ അത് കിട്ടാനാ പാടേ. ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല ഈ മോളുടെ ഒരു നിർബന്ധം. സാറിന്റെ മോളാണ്. അയ്യോ അല്ല വൈഫാണ്. മോളെന്നാ വിളിക്കുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവൾക്ക് ഒരേ നിർബന്ധം ഇവിടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്ന്. ഞാൻ നമ്മളെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വെളിയിലാണ്. ഇവിടെ ഞങ്ങള് ഒരു സ്ഥലം ഞാൻ മേടിച്ചു, ലാൻഡ്, നല്ലൊരു ലാൻഡ് മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ് അവിടെ. കോയ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവക്ക് വട്ടാണ്. ഇവിടെ ജൈവ കൃഷിയില്ലേ, അതിനോട് ഭയങ്കര ക്രൈസ്. എനിക്കറിയില്ല ഇവിടെ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയത്. എന്റെ വൈഫാണെന്ന് എനിക്ക് സംശയം. ഇത്രയും നാടനായിട്ട് കൃഷിയോട് കുറെ ആളുകളും കൂടി നമുക്ക് വേണമല്ലോ സാറേ ഭൂമിയിൽ, എന്നാലല്ലേ നമുക്കൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാലേ അവിടെ ഞാൻ ഇടയ്ക്ക് വിസിറ്റിന് അവിടെ ദുബൈയിൽ കൊണ്ടുപോകും. അപ്പൊ അവിടെ വന്ന് അവിടെ മാളുകളിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കണ്ടു കഴിയുമ്പോ ഇവക്ക് അതിനോടൊരു എന്താ പറയാ ഒരു അഭിനിവേശം. ഈ വെജിറ്റബിൾസ് അത് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ശരിയല്ലേ സാറേ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ മുഴുവൻ ചിലതൊക്കെ കുഴപ്പമില്ല. അതൊക്കെ ഉണ്ടല്ലോ നമ്മളെ അവിടെ വിഷം അടിച്ചിട്ടൊരു സാധനം അപ്പൊ തലവെട്ടാണ്. അല്ല, ഞാൻ പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിക്കലില്ല, അതുകൊണ്ടാണ്. അല്ല, ഇത് നമ്മുടെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടൊരു കാര്യം തുടങ്ങാൻ പോവല്ലേ, സാറ് ഒന്ന് ടേസ്റ്റ് ചെയ്യണല്ലോ. മണ്ണിന്റെ ഒരു എന്താ കാരണങ്ങള്? പിന്നെ നമ്മളെ ഈ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ലാൻഡിൽ നിന്ന് എടുത്ത മണ്ണാണ് സാമ്പിള്. എവിടെ വാഷ് ചെയ്യണത്? നമ്മുടെ മണ്ണിന് ടേസ്റ്റ് കുറവായിരിക്കും, അതുകൊണ്ടാണോ? ഇനിയിപ്പോ വേറെ സ്ഥലം വാങ്ങേണ്ടി വരുമോ? അതൊന്നും വേണ്ട, ഞാനത് പുള്ളിയെ കൺവിൻസ് ചെയ്തോളാം. സാറേ കുഴപ്പമില്ല, തൊഴുത്തിന്റെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടു അല്ലേ മണ്ണ്? ഒരു ചാണകത്തിന്റെ ചോയുണ്ട്. തൊഴുത്തിന് ഇതെല്ലാം ഒഴുകി പോണതാ ഗ്രൗണ്ടിന്റെ അടുത്താണ്. കുഴപ്പമില്ല. ഞാന് സാറ് മാഡത്തിന് ഇത്ര അങ്ങോട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്ത്? അല്ല, ഈ ജൈവ കൃഷിനോടുള്ള വട്ട് പോലത്തെ ക്രൈസ്. അതെ, എന്താ പറയാ കോയ, സന്ദേശം ഫിലിം ഉണ്ടല്ലോ, അതിനകത്തെ ആ കൃഷി ഓഫീസറായിട്ട് വരുന്നയാളെ മാഡം, സിനിമയില് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല, അത് വെറുതെ കാണിച്ചാൽ മതി, അതിന് അവർക്ക് കാര്യം കിട്ടും. ഇത് അതല്ല സംഭവം. നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളോട് ആരാ പറഞ്ഞത് ഇങ്ങനെ കൃഷി വരുന്ന ആൾക്കാർ കൊടുക്കണമെന്ന്? ഇതിപ്പോ സാമ്പിള് പരിശോധിച്ച് നോക്കണ സിനിമയെ കണ്ട അതാണ് അവളുടെ മനസ്സിൽ കിടക്കണതേ. ഇപ്പൊ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോ വീടുകളിലും ചെന്നിട്ട് അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണുകൾ ശേഖരിച്ചിട്ട് അത് നമ്മൾ ലാബിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കലാണ്. ഇവിടെ ലാബൊക്കെ വന്നോ? ലാബ് കൃഷി ഓഫീസ് ഉള്ള മുതലുണ്ടല്ലോ. ഇവിടെ ഇല്ലാത്ത കാരണം ഇവിടുത്തെ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു ഗുഡ്സ് ഓട്ടോയിലോ അല്ലെങ്കിൽ ഒരു മിനി ലോറിയിലോ കുറച്ച് മണ്ണ് അങ്ങോട്ട് വിടാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്താ പാടം നിൽക്കുന്നുണ്ടോ? സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടേ? അതിന് അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഓരോ പിടി മണ്ണേ വേണ്ടുള്ളൂ. ഇത് ബിസിനസ് ആയിട്ടാണ് നമ്മൾ ഈ കൃഷി കാണുന്നത് വെച്ചെങ്കിൽ കേട്ടോ മാഡം, ലാഭകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പൊ ജൈവ കൃഷിക്ക് പൊതുവേ ഇല്ല. ഇൻവെസ്റ്റ്മെന്റിന് എനിക്ക് റിട്ടേൺസ് കിട്ടണം. സാറ് ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു കൃഷി രീതിയിൽ നിന്ന് സാറ് ഒരു കൃത്യമായിട്ടുള്ള ഒരു വരുമാന രീതി ഉദ്ദേശിക്കുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു മനസ്സും കൂടി സാറുള്ളതുകൊണ്ട് ഇതിന് രണ്ടിനും ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കൃഷി രീതി സത്യശീലൻ സാറിനെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും.